ശശി തരൂർ കോൺഗ്രസിന്റെ അഭിമാനം എന്ന് വി ഡി സതീശൻ. ഈ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖമുണ്ടാകും. 100 സീറ്റുകളിലധികം നേടാനുള്ള പോരാട്ടത്തിന്റെ മുഖമായിരിക്കും ശശി തരൂർ എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണയുമായിട്ട്. ബാക്കി നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. ഇടവേള. Everything's new except the attitude. The all-new Seltos. Badass forever. Kia. Movement that inspires. പ്രധാന വാർത്തകൾ. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്വർണം വിൽക്കാൻ പറ്റിയ സമയം. വേഗം whitegold.money സന്ദർശിക്കൂ. Presented by MyG Future. MyG ആണ് future. Powered by Jane. Be the change. Be the future with Jane deemed to be university coaching. Ice cream partner Ski. It's ski time. Travel partner Club Travelet. Refreshment partner Bacardi Mixer. It's a mood. Merchandise partner Strada Sutero. Mathrubhumi News. Show credits. Indel Money Instant Gold Loan. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. Aquila Finance since 1995. വിഷയം ഫ്യൂച്ചറാണ്. വരൂ, കാണൂ, കേൾക്കൂ. Supra Pacific Financial Services Limited. കുതിക്കുമോ കേരളം? കേരളത്തിൽ അതിവേഗ റെയിൽപാത നിർമ്മിക്കുമെന്ന കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. പദ്ധതിയുടെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയുമുണ്ട്. വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് സന്തോഷമുണ്ട്. അതേസമയം തന്നെ സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യത്തിലാണ് പലരുടെയും ആശങ്കയുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് റോഡ് മാർഗം പോകണമെങ്കിൽ 35 കിലോമീറ്റർ ദൂരമുണ്ട്. കോഴിക്കോട് നിന്നാണെങ്കിൽ 26 കിലോമീറ്റർ ദൂരം. അടിയന്തര ഘട്ടങ്ങളിൽ തിരക്കേറിയ റോഡിലൂടെ വിമാനത്താവളത്തിലേക്ക് എത്തുകയെന്നതും സമയമെടുക്കുന്ന യാത്രയാണ്. അതിവേഗ റെയിൽവേ വരുന്നതോടുകൂടി ഈ യാത്രാക്ലേശത്തിന് പരിഹാരമാവും. കരിപ്പൂർ വിമാനത്താവളം ബന്ധിപ്പിച്ച് സ്റ്റേഷനൊരുങ്ങും. അതിവേഗ റെയിൽപാത എന്ന കേന്ദ്രത്തിന്റെ വലിയ പ്രഖ്യാപനത്തോട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അതിവേഗ റെയിൽപാത വരുമ്പോഴും അത് കടന്നു പോണ വഴിയുള്ള ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാവും. പക്ഷേ എന്നും വികസനം വേണം, അതിനൊരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ പോണ ആൾക്കാരെ ആശങ്കകൾ ആറ്റും വേണം. പൊതുവെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബ്ലോക്ക് കൂടുതലാണ്, ട്രാഫിക്കാണ്. അപ്പോൾ ട്രെയിനാകുമ്പോൾ ഷോർട്ടിൽ പെട്ടെന്ന് എത്തിച്ചേരാമല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ലത് തന്നെയാണ്. പല ആളുകളെ വീടുകളുടെ സെൻറ്ററിൽ കൂടി ഒക്കെ അന്ന് പോയിരുന്നത്, അതുകൊണ്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാലും പുതിയ പദ്ധതി വരട്ടെ, ജനങ്ങൾ ഇഷ്ടപ്പെടും, സ്വാഗതം ചെയ്യുന്നു. നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളെയും കൊച്ചി വാട്ടർ മെട്രോയെയും ബന്ധിപ്പിക്കും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നിലവിലെ ട്രെയിൻ സംവിധാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ 8.5 മണിക്കൂർ സമയമെടുക്കും. സ്റ്റേഷനുകളുടെ എണ്ണം കുറച്ച് വേഗത്തിലെത്തുകയെന്നതാണ് വന്ദേ ഭാരത് ചെയ്തു വരുന്നത്. അതോടൊപ്പം അതേ പാതയിൽ പോകേണ്ട മറ്റു ട്രെയിനുകളുടെ സമയവും പരിഗണിക്കണം. എന്നാൽ അതിവേഗ റെയിലിൽ 22 മുതൽ 26 വരെ സ്റ്റേഷനുകൾ ഉണ്ടാകും. പുതിയ പാതയൊരുങ്ങുന്നതോടെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എത്താനുള്ള സമയമായി കണക്കാക്കുന്നത് 3 മണിക്കൂറും 15 മിനിറ്റുമാണ്.
അതായത് മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ തീവണ്ടി ചീറിപ്പായും. 560 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം, നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം will be 1 hour 20 minutes. അത്രയേ ഉള്ളൂ, 1 hour 20 minutes. തിരുവനന്തപുരം to കോഴിക്കോട് 2 hours 30 minutes. തിരുവനന്തപുരം to കണ്ണൂർ 3 hours 15 minutes. മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്തിലൂടെയാണ് അതിവേഗ റെയിൽവേ പാത കടന്നു പോവുക. മലപ്പുറം ജില്ലയിലെ തിരൂർ, എടപ്പാൾ, കരിപ്പൂർ എന്നിവിടങ്ങളിൽ സ്റ്റേഷനുകൾ ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലും വടകരയിലും കോഴിക്കോടും സ്റ്റേഷൻ ഉണ്ടാവും. നേരത്തെ കേരയിൽ പദ്ധതി പ്രഖ്യാപനം വന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകളിലൊന്ന് സ്ഥലം ഏറ്റെടുപ്പായിരുന്നു. അതിവേഗ റെയിലിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരില്ല. കൂടുതലും മേൽപ്പാതകളാണ്. 25% തുരങ്കപാതയുമാണ്. ഭൂമിയിൽ നിന്ന് 7 മീറ്റർ താഴെയായിട്ടാണ് തുരങ്കപാത നിർമ്മിക്കുക. 5 മുതൽ 10% വരെ നിരപ്പായ സ്ഥലവും ഉൾപ്പെടുത്തും. തൂണുകളുടെ പണി കഴിഞ്ഞാൽ ഏറ്റെടുത്ത സ്ഥലം വ്യവസ്ഥകളോടെ തിരിച്ചു നൽകാനും കഴിയും. കൃഷിക്കോ കച്ചവടത്തിനോ ആ സ്ഥലം ഉപയോഗിക്കുകയും ചെയ്യാം. ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുത്തിട്ടും മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്തിട്ടും ആശങ്കകൾ ഒഴിവാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ല കാര്യമാണ് ചെയ്യുന്നതൊക്കെ, പക്ഷേ ഇതിനു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. 1 ലക്ഷം കോടി രൂപയാണ് ഇതിന്റെ പരമാവധി ചിലവായി കണക്കാക്കുന്നത്. 30 കോടി രൂപ സംസ്ഥാനവും 30 കോടി കേന്ദ്രവും ആദ്യഘട്ടത്തിൽ നൽകണം. വിശദമായ DPR തയ്യാറാവണമെങ്കിൽ 9 മാസം കാത്തിരിക്കണം. സമരങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാമെന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളം അതിവേഗത്തിൽ സഞ്ചരിക്കും. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ജനവാസ മേഖലയിൽ കൂടിയാണ് അതിവേഗ റെയിൽപാതയുടെ നിർമ്മാണമെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടയുമെന്ന് പറയുകയാണ് കോട്ടയം മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ സമരസമിതി. എന്നാൽ നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് നിർമ്മാണമെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും സമരസമിതി പറയുന്നുണ്ട്. ഈ ലൈൻ വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ടൈം will be 1 hour 20 minutes. തിരുവനന്തപുരം to കോഴിക്കോട് 2 hours 30 minutes. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂറിൽ യാത്ര. 70% എലിവേറ്റഡ് പാതയും 30% തുരങ്കപാതയുമായുള്ള നിർമ്മാണം. അതിവേഗ റെയിൽപാതയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആശങ്കയോടെ കാണുകയാണ് മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ സമരസമിതി. ജനവാസ മേഖലയിൽ കൂടിയാണ് പുതിയ പാതയെങ്കിൽ അതിനെ എതിർക്കും. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും ശ്രീധരൻ സാറ് ഇവിടെ നടപ്പിലാക്കുവാനായിട്ട് കൊണ്ടുവരികയാണ്. അതിവേഗ പാതയ്ക്കെതിരെ ഞങ്ങൾ എതിരല്ല. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി വളവുകൾ നിവർത്തി സിഗ്നൽ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ച് അതിലൂടെ അതിവേഗ പാത നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം. പുതിയൊരു പാത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയാൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി എതിർക്കും. 2022 കേരളിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതാണ് നാട്ടുകാരുടെ പ്രധാന ആശങ്കയും. അതെ, സ്ഥലം വിറ്റു പോകുന്നില്ല. കാരണം ഇവിടെ സ്ഥലം വിൽക്കാനും പറ്റുന്നില്ല. സ്ഥലം നമുക്കൊന്ന് മീൻസ് അതിന് ലോൺ എടുക്കാനും പറ്റുന്നില്ല. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാവർക്കും. നാഷണൽ ബാങ്കുകളിലും രജിസ്റ്റർ ഓഫീസുകളിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ ഇത് റെഡ് സിഗ്നലിൽ കിടക്കുകയാണ്, ഈ സർവേ നമ്പറുകളും ബ്ലോക്ക് നമ്പറുകളും. അതുപോലെ ഞങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം നടത്തുവാനോ ബാങ്ക് ലോൺ ലഭ്യമാകാത്ത രീതിയിലാണ് ഇപ്പോഴും ഈ സ്ഥലം കിടക്കുന്നത്. ഈ പദ്ധതിയുമായിട്ട് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഈ വിജ്ഞാപനങ്ങൾ പിൻവലിച്ച് ഞങ്ങൾക്ക് ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിനും ബാങ്ക് ലോൺ ലഭ്യമാക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുവാനുള്ളത്. സമരത്തിന്റെ പേരിൽ 4 വർഷം മുൻപെടുത്ത കേസുകൾ ഇപ്പോഴും കോടതിയുടെ മുന്നിലാണ്. കേസുകൾ എഴുതിത്തള്ളണമെന്നും മാടപ്പള്ളിക്കാർ ആവശ്യപ്പെടുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഇനി വൈറൽ പീഡികയാണ്. ശേഷം 1 മണി വാർത്തയിൽ രതീഷ് അനിരുദ്ധൻ ചേരും. നമസ്കാരം. 1 വർഷം മുമ്പ് പൊടി ഡ്രീം കട്ടർ എന്ന കട ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി. നിങ്ങളുടെ പിന്തുണ കൊണ്ട് തന്നെ പ്രവീണേട്ടനും ഭാര്യയുടെ കച്ചവടം വളരെ കൂടി. അവർ ഇപ്പോൾ കുറേ ഐറ്റങ്ങൾ കൂടുതൽ ആഡ് ചെയ്തു. നമ്മൾ നിരന്തരം വിളിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഈ ന്യൂ ഇയർ സമയത്ത് നമ്മൾ വിളിച്ചു, എന്തായാലും വരണം, ഒരു വീഡിയോ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ആവശ്യപ്പെട്ടു. അതിന് നമ്മളെ വീഡിയോ കണ്ട് നിരവധി പേര് വന്നു.
അതിന്റെ ഭാഗമായി തന്നെ നല്ല കച്ചവടം കൂടി എന്നാണ് പ്രവീൺ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രവീണിനെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും വന്നേക്കാണ്. പക്ഷേ ഇത്തവണ നമ്മൾ അന്ന് കണ്ടവരെ 1, 2, 3, 4, 5 ഐറ്റങ്ങളല്ല, ഐറ്റം മെനു കാർഡ് മൊത്തം മാറിയിട്ടുണ്ട്. അതായത് വെറൈറ്റി ഐറ്റങ്ങളെല്ലാം ഒന്നും പറയാൻ പറ്റും, നല്ല ദോഷകം മണം വന്നിട്ടേ. പിന്നെ ഒരു ഹൈലൈറ്റ് ഐറ്റം ഉണ്ട്, എന്താണെന്നറിയോ? കുബേര. ഒരു കുബേര ദോശയാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഹൈലൈറ്റ്, ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന ഐറ്റമാണ്. അപ്പോൾ കുബേര ദോശ കഴിക്കുകയാണ് നമ്മുടെ മെയിൻ പ്ലാന്. നല്ല വൃത്തിയോടും കൈപ്പുണ്യത്തോടും കൂടി തന്നെ ഭക്ഷണം വിളമ്പിയ ആൾക്കാർ തേടിയെത്തും. ഇപ്പം തന്നെ കണ്ടില്ലേ, പല നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ ദോശ കഴിക്കാൻ വേണ്ടി വരികയാണ്. ഐറ്റങ്ങൾ കണ്ടോ, അന്ന് നമ്മൾ കണ്ടപ്പോൾ കുറച്ച് ഐറ്റം. ഇപ്പോൾ പൊടി ഇഡ്ഡലി, സാമ്പാർ ഇഡ്ഡലി, ഫ്ലാറ്റ് ഇഡ്ഡലി, ദഹി ഇഡ്ഡലി, പ്ലെയിൻ ഇഡ്ഡലി, സോയ ഇഡ്ഡലി, പനീർ ഇഡ്ഡലി, ഹേട്ട് ഇഡ്ഡലി, പൈനാപ്പിൾ ഇഡ്ഡലി, കുഴിപ്പനിയാരം, പ്ലെയിൻ ദോശ, ചീ ദോശ, പിന്നെ കുറേ ഐറ്റങ്ങൾ കൂട്ടിയിട്ടുണ്ട് കണ്ടോ. എന്തായാലും സംഗതി നമ്മളൊരു വീഡിയോ കൊണ്ട് തന്നെ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ അവർ കൂടുതൽ മെച്ചപ്പെട്ടു. അപ്പോൾ അവർ കട ഇനി വിപുലീകരിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഇത് നടക്കട്ടെ അല്ലേ, കാരണം എല്ലാവരും രക്ഷപ്പെടട്ടെ, നമുക്കത് സന്തോഷം. നമുക്ക് പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ. നമ്മൾ കുബേര ദോശ എന്ന് പറഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് ഞാൻ ന്യൂ ഇയർ മുതൽ ലോഞ്ച് ചെയ്തതാണ്. നേരത്തെ പ്ലാൻ ഇട്ടിരുന്ന ഒരു കാര്യം, അപ്പോൾ അത് ന്യൂ ഇയർ മുതൽ ലോഞ്ച് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പോകുന്നുണ്ട്. കുബേര ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, കസ്റ്റമേഴ്സ് നല്ല സപ്പോർട്ടും ഫീഡ്ബാക്കും ഉണ്ട്. നമുക്ക് മസാല ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പനീർ ബട്ടർ മസാല, സോയ ചങ്ക്സ്, മിക്സഡ് വെജിറ്റബിൾ, ഈ 3 ഐറ്റം നമ്മളിത് ഒരു ദോശയിൽ ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് പൊടി, പിന്നെ എക്സ്ട്രാ കരിവേപ്പില പൊടി ഇല്ലെങ്കിൽ പെപ്പർ പൊടി, ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത്തിരി നെയ്യ് കാര്യമായിട്ട് അതിൽ ആഡ് ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞിട്ടാണ് സർവ് ചെയ്യുന്നത്. ഒരു ചേട്ടൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം പാലക്കാടിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ വന്നു. ഇതിൽ സാമ്പാർ, വെള്ളച്ചമ്മന്തി, മുളക് ചമ്മന്തി, പുതിന ചട്നി, ഇത്ര ഐറ്റം വരും ഇതിൻ്റെ കൂടെ. ഇത് സോയ ഇഡ്ഡലിയാണ്, ഇത് വെജിറ്റബിൾ ഇഡ്ഡലി ഉണ്ട്, പിന്നെ തട്ട ഇഡ്ഡലി, പിന്നെ സാദാ ഇഡ്ഡലി. ഇതാണ് നമ്മുടെ പൊടി ഇഡ്ഡലി, ചെറിയ ഇഡ്ഡലിയാണ്. ശനി ഞായർ മാത്രമുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് പുളിപ്പനിയാറാന്ന് പറയുന്നത്. ഇത് തമിഴ്നാട്ടിലെ കിട്ടുന്ന കുംഭകോണാണ് എൻ്റെ സ്വന്തം നാട്, അവിടെ ഉള്ള ഫുഡാണ് ഇത്. தோசை, இட்லி, குபேரா, ஆல் ஐட்டம்ஸ், டிஃபன் ஐட்டம்ஸில் ஆல் ஐட்டம் இருக்குது. ரொம்ப அருமையான டிஃபன் இது, ரொம்ப அழகாக இருக்குது டிஃபன். കസ്റ്റമർ ലോയൽറ്റി കാർഡ് 80 റുപ്പീസിന് മേളിലുള്ള മെനു നമ്മളിവിടെ നോട്ട് ചെയ്യും വാങ്ങിക്കുന്നത്. അതേ മെനു തന്നെ ഈ 9 എണ്ണം വരെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇതിൽ സീല് ബൾജ് ചെയ്ത് തരും. 10ാമത്തത് ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് അതേ മെനു തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഹൈലൈറ്റ് ആയിക്കൊണ്ടിരുന്ന ഐറ്റാണ് നമ്മൾ ഈ കുബേര ദോശ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ലെങ്ത് ഉണ്ടല്ലേ, ഒരു 2 കഴിക്കാൻ മാത്രം ഉണ്ട്. ഭയങ്കര ക്രിസ്പിയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പൊടിയാ ഹൈലൈറ്റ്. നമ്മൾ പ്രേക്ഷകർ അന്വേഷിച്ച് പിടിച്ചോടെ വന്ന് ഭക്ഷണം കഴിച്ചു. നമ്മൾ ചാനൽ കേട്ടാൽ വന്നത് പറഞ്ഞു. നമ്മൾ ഈ വീഡിയോ ഏകദേശം 1 കൊല്ലം മുന്നേ ചെയ്തല്ലേ, 1 കൊല്ലം മുമ്പ് ചെയ്യുമ്പോൾ ഇത്ര ഐറ്റം ഇല്ല, കുറച്ച് 5-6 ഐറ്റങ്ങൾ മാത്രമല്ല. ഇപ്പം നോക്കും മെനു കാർഡ് നോക്കി. അടുത്ത നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കുബേര ദോശ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ, കൊള്ളാം നൈസാ. എക്സാ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ സുനിൽബാക്സ് മ്യൂസിയൊക്കെ എത്തുന്ന തൊട്ടുമുനായിട്ട് കാണാം. ചെറിയ കടയാണ്, പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, നൈസ്, ഗംഭീരം. വീണ്ടും പാക്കലാം. ഓക്കെ, ബൈ ബൈ, സി യു. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ദിവസമാണ്. അതിനിടയിൽ നടൻ ജയറാമിനെ SIT വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത SIT മൊഴിയിലെ വൈരുദ്ധ്യത്തിൽ വ്യക്തത തേടിയത് ചെന്നൈയിലെ വീട്ടിലെത്തി. നടപടി മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ
ധനികരുടെ വീടുകളിൽ പൂജ നടത്തി പ്രതികൾ പണം സമ്പാദിച്ചോ എന്ന് വിശദമായ അന്വേഷണം. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണവാതിലും കള്ളക്കളി എന്ന സംശയം. സ്വർണം പൊതിയുന്നതിന് മുൻപ് സന്നിധാനത്ത് എത്തിച്ചത് 2 തവണ. ചുക്കാൻ പിടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ചിത്രങ്ങൾ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ്. ശാസ്ത്രീയ പരിശോധനയ്ക്കായി VSSCയിൽ കൂടുതൽ സാമ്പിളുകൾ എത്തിച്ച SIT. പാളികളുടെ പരിശോധന പൂർത്തിയായില്ല. സംസ്ഥാന സർക്കാരും ഇ ശ്രീധരനും തമ്മിൽ അതിവേഗ റെയിലിൽ തർക്കം. മന്ത്രിസഭ അംഗീകരിച്ച റാപ്പിഡ് പദ്ധതി കേരളത്തിൽ അപ്രായോഗികം. ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമെന്നും മെട്രോമാൻ. അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രഖ്യാപനം. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കണക്കുകളും രേഖകളുമായി വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. പാർട്ടിയിലെ ചങ്ങാത്ത മുതലാളിത്തം അണികൾ തിരുത്തണമെന്ന ആവശ്യം. ത്യാഗത്തെക്കുറിച്ചുള്ള പ്രസംഗം പുരപ്പുറത്ത് മാത്രമെന്നും വിമർശനം. കുഞ്ഞികൃഷ്ണനെതിരായ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിച്ച് 12 ബ്രാഞ്ച് അംഗങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി പൾസർ സുനി ഹൈക്കോടതിയിൽ. ദൃശ്യം ചിത്രീകരിച്ച ഫോൺ കണ്ടെടുക്കാനായില്ലെന്ന് വാദം. മെമ്മറി കാർഡ് കണ്ടെടുത്തത് നടപടിക്രമം പാലിക്കാതെയെന്നും സുനി കോടതിയിൽ. കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുടെ കള്ളക്കളിയുടെ തെളിവുകൾ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ്. സ്റ്റേഡിയം കൈമാറിയത് നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാതെ. പാതി വഴിയിൽ പണി നിർത്തിയത് സ്റ്റേ മൂലമെന്ന ന്യായം നിരത്തി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. ശേഷിക്കുന്ന ജോലി GCDA പൂർത്തീകരിക്കുമെന്ന് ചെയർമാൻ. ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് പിന്നാലെ BJPക്കൊപ്പമല്ല തന്റെ നിലപാടെന്ന് വ്യക്തത വരുത്തി ശശി തരൂർ. പാർട്ടി വിടുമെന്ന് പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ. നിങ്ങളല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഞാനിപ്പോ 17 വർഷമായി പാർട്ടിയിൽ. ഈ 17 വർഷം ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുഖമാകുമെന്ന് VD സതീശൻ. ജയറാം ചോദ്യമുനയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് SIT. സ്വർണ്ണപ്പാളികൾ വീട്ടിൽ പൂജിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. ജയറാം ആദ്യം നൽകിയ വിശദീകരണത്തിലെ പൊരുത്തക്കേടുകൾ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് SITയുടെ നടപടി. ഇതിന്റെ സ്വർണ്ണപ്പാളികളിൽ വീണ്ടും VSSCയുടെ പരിശോധന നടക്കുകയാണ്. കൂടുതൽ സാമ്പിളുകൾ VSSCക്ക് കൈമാറി